മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം പ്രഖ്യാപിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഹർത്താലിനെ പിന്തുണയ്ക്കുമെന്ന് ദുരന്തബാധിതരുടെ ജനകീയ സമിതി വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും BJP സംസ്ഥാന ഘടകവും. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള സഹായത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത സമീപനമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. SDRF ഫണ്ട് വയനാട്ടിൽ ചെലവഴിക്കാൻ കേന്ദ്രം രേഖാമൂലം ഉത്തരവ് നൽകാൻ തയ്യാറുണ്ടോയെന്നും കെ രാജൻ. ഇപ്പോൾ SDRFൽ പണമുണ്ടെന്ന് വാദിക്കുന്ന മന്ത്രിമാർ ആ പണം ഉപയോഗിച്ച് ചൂരൽമലയിലെ ദുരന്തമനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനോ അവരുടെ നഷ്ടം നികത്താനോ അവർക്കുണ്ടായ പ്രതിസന്ധിയെ മറികടക്കാനോ ചെലവഴിക്കാം എന്ന് രേഖാമൂലം കേരളത്തിനൊരു മറുപടി തന്നാൽ പിന്നെ പ്രയാസം ഉണ്ടാകില്ല. ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലും കേന്ദ്ര സർക്കാർ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സഹായം നൽകണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ പുനരധിവാസത്തിനും ആവശ്യമായ അവരുടെ കടം എഴുതിത്തള്ളുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രം സഹായിക്കണം. കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല 3 മാസമായിട്ടും ഒരു നയാ പൈസ സഹായമായിട്ട് അനുവദിച്ചില്ല എന്നുള്ള ഏറ്റവും ശക്തിയായ കേരളത്തിന്റെ പ്രതിഷേധമാണ്. ഉരുൾപൊട്ടൽ ബാധിതരോടുള്ള കേന്ദ്ര സർക്കാർ സമീപനം കൊടും ക്രൂരതയെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ. LDF UDF ഹർത്താലിനൊപ്പം നിൽക്കുമെന്ന് ദുരന്തബാധിതരുടെ ജനകീയ സമിതി. ഈ ഹർത്താലിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ്. കാരണം LDFും UDFും ചേർന്നിട്ട് ഇങ്ങനൊരു ഹർത്താൽ അപൂർവമാണ്. അത്രയും ഈ പ്രയാസം നേരിടുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹർത്താൽ. അതേസമയം കേന്ദ്രത്തെ ന്യായീകരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. Prime Minister has given an assurance that because of the constraint on resources, rehabilitation work will not be allowed to be affected. We should believe that. I would rather believe the Prime Minister who has said publicly that because of the money, rehabilitation work will not be allowed to be affected. കേരളത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് കേന്ദ്രത്തെ പഴിചാരിയിട്ട് കാര്യമില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പ്രതികരിച്ചു. വെറുതെ നുണ പറയുന്നതിന് നിങ്ങളെന്തിനാണ് കൂട്ടുനിൽക്കുന്നത്? ഒരു പൈസ കൊടുത്തില്ലെന്ന് ആര് പറഞ്ഞു? 1000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കയ്യിലുണ്ട്. 24 വയനാട്.